العصر اللي تلاقون يوما على المصطفى الهادي تصلون، تدرون بالله يجيب اللي يصلون، صلوا عليه وسلموا قد ما تحبون. تدرون كم الأجر اللي تلاقون يوما على المصطفى الهادي تصلون، تدرون منه يجيب اللي يصلون. ഞാനിതിലൊക്കെ കാണുന്ന ഒരു പോസിറ്റീവായ വശമുണ്ട്. ഇപ്പം സ്വാദിഖ് സഖാഫിക്ക് ഒരു പ്രശ്നമില്ലാന്ന് എല്ലാവരും അംഗീകരിച്ചു. ഇനി അദ്ദേഹത്തെ എതിർക്കുമ്പോൾ എന്താണ് പ്രശ്നം എന്ന് അദ്ദേഹത്തിന് മുമ്പ് എന്താ കുഴപ്പമാണ് ഇപ്പം വ്യക്തമാക്കൽ ബാധ്യതയാണ്. സംഘടനക്കാർ എന്താണ് ഈ മഹാന്മാരായ ഔലിയാക്കളിലും ആരിഫീങ്ങളിലും സ്വാലിഹീങ്ങളിലും പിന്നെ സാദിഖ് സഖാഫിയെ പോലുള്ള ഇങ്ങനെ ആളുകളെ തസ്കിയത്ത് ചെയ്യാൻ എല്ലാവർക്കും അങ്ങനെ കഴിവുണ്ടായിക്കൊള്ളുന്നില്ല. അറിവുണ്ടായതുകൊണ്ട് അങ്ങനെ എല്ലാത്തിനും കഴിവുണ്ടാവണമെന്നില്ല. അപ്പം അങ്ങനെ അറിവും കഴിവും ഉപയോഗപ്പെടുത്തിയ ആളുകളെ തസ്കിയത്ത് ചെയ്യുന്ന ഈ സാദിഖ് സഖാഫിയെ പോലുള്ള ആളുകളെ ഇവരെ കുറിച്ച് ഇങ്ങനെ തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തിനെ വിമർശിക്കുകയോ അല്ലെങ്കിൽ ആ ചെയ്ത് ശരിയല്ല എന്ന രൂപത്തിൽ ആരെങ്കിലുമൊക്കെ സംസാരിക്കുകയോ ചെയ്ത വരും ഇതുപോലത്തെ കുറേ ആളുകൾ ആസ്ഥാനത്ത് അപ്പിടാൻ. ഇവർ ഈ പറയുന്ന പിന്നെ നാവും കൈയും ഒക്കെ നാവിനെ വിലങ്ങിട്ട് കൈയും കാലും സംസാരിക്കുന്ന ഒരു സാക്ഷി നിൽക്കുന്ന ഒരു സമയം കരുതുന്ന ഈ പറയുന്ന വിമർശകരായ ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. ഇവര് ഈ വിമർശിക്കുന്നതിനൊന്നും യാതൊരു നിലയും വരില്ല. ഇവര് മഹാന്മാരെ വിമർശിക്കുന്നതൊക്കെ വലിയ ദീനിന്റെ ദൈവത്താണ്. തെറ്റ് കണ്ടാൽ തിരുത്തണം. അതാണ് നേരത്തെ റഷീദ് ഉസ്താദ് ചോദിച്ചത്, എന്താണ് ശരീഅത്ത് വിരുദ്ധമായ കാര്യം എന്ന് പറയാൻ ചങ്കൂറ്റമില്ലാതെ മസ്ലഹത്തിന്റെ ഒപ്പിട്ടുകൊണ്ട് നടക്കുക, നാണോ മാനോ ഇല്ലാതെ. എന്നിട്ട് ഇങ്ങനത്തെ കുറെ ആളുകളെ സൃഷ്ടിച്ചെടുത്തിട്ട് അവര് ഗ്രൂപ്പിലൂടെ വാട്സപ്പ് മുഫ്തിമാരായിട്ട് അവരിങ്ങനെ കടന്നു മെഴുകുക. ഒരു വിഷയം പറഞ്ഞാൽ ആ വിഷയത്തിന് യോജിക്കുന്ന സംസാരിക്കുകയോ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള ആർജവും കാണിക്കുകയോ ചെയ്യാതെ ആസ്ഥാനത്ത് അപ്പിട്ടുകൊണ്ട് നടക്കുന്ന കുറെ ടീമുണ്ട്. അങ്ങനെയില്ല, മെല്ലെ മെല്ലെ ഓരോന്നും നന്നാക്കി തസ്കിയത്ത് ചെയ്തെടുക്കുക എന്നതാണ് നമ്മുടെ പണ്ഡിത സഭ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അങ്ങനെ വരുമ്പോ തെറ്റുകൾ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കും, അതേപോലെ നന്മകൾ നന്മയാണെന്ന് ചൂണ്ടിക്കാണിക്കും. ആ പ്രവർത്തനം, അതേ ആ സമൂഹത്തിന്റെ പ്രവർത്തനം, അതേ ഉലമാഇന്റെ കീഴിൽ നമ്മുടെ സംഘടനകൾ കൃത്യമായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി ഞാൻ പറയട്ടെ, നമ്മുടെ സംഘടനകളെ സംബന്ധിച്ചു, നമ്മുടെ പണ്ഡിതന്മാരെ സംബന്ധിച്ചും അടുത്തറിയാൻ കഴിയാത്ത പലരും ഉണ്ടാകാം. അവർ ചിലപ്പോൾ നമ്മളെ തെറ്റിദ്ധരിക്കുന്നുണ്ടാകാം. അവരുടെ തെറ്റിദ്ധാരണ അല്ലാഹു തിരുത്തി കൊടുക്കുമാറാകട്ടെ. ചിലർക്ക് അങ്ങനെ തോന്നാം. ഞാൻ നേരത്തെ എന്റെ കുട്ടികൾ തന്നെ ക്ലാസ്സിൽ ചോദിച്ചു എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ പുറത്താക്കിയില്ലേ എന്നൊരാളെ സംബന്ധിച്ച് ചോദിച്ചു എന്ന് പറഞ്ഞില്ലേ, അത് അവരുടെ തെറ്റിദ്ധാരണയാണ്. ഞാൻ തിരുത്തി കൊടുത്തു, സംഭവം വിശദീകരിച്ചിട്ടും അവരുടെ തെറ്റിദ്ധാരണ മാറി, സ്വാഭാവികമാണ്. അപ്പോൾ എവിടെയും നസീഹത്തിന്റെ വഴിയാണ് നമ്മുടെ വഴി. ആ വഴി സ്വീകരിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ഹിക്മത്ത് കൊണ്ട് ക്ഷണിക്കണം എന്നാണ് ഖുർആൻ പറഞ്ഞത്. അത് വളരെ താത്വികമാണ്. നല്ല ഉപദേശത്തിലൂടെ. അതേ സമയത്ത് ഒരാൾ നമ്മുടെ ആശയത്തെ എതിർക്കാൻ വന്നാൽ വേണ്ടി വന്നാൽ നമ്മുടെ അലി സഖാഫി ചിലപ്പോൾ മുഖാമുഖം നടത്തും. ഞങ്ങൾ ഒന്നായിട്ട് വേണമെങ്കിൽ ഞങ്ങൾ വാദപ്രതിവാദം നടത്തും. അവിടെ പിന്നോട്ടൊന്നും പോവുകയില്ല. അവിടെ ആർക്കും ഒരാശങ്കയും വേണ്ട. അങ്ങനെ വളരെ കൃത്യമായി സുദർശനമായതിന്റെ അഖീദ നമ്മുടെ പണ്ഡിതന്മാരുടെ പ്രതിനിധികളായ നമ്മളെ പോലുള്ള എല്ലാവരും അതിവിടെ നിലനിർത്താൻ ബാധ്യസ്ഥരാണ്. തെറ്റിദ്ധരിക്കരുത്. നമുക്കെല്ലാം പലർക്കും പല ധാരണകളുണ്ടാവും. ഇപ്പൊ തന്നെ ഇവിടെ ഈ കൺവെൻഷൻ വിളിച്ചു കൂട്ടിയപ്പോ എത്ര ഫോൺ വിളികളാണ്, ഏതെല്ലാം ആളുകളാണ്. സുബ്ഹാനല്ലാഹ്, മലപ്പുറം ജില്ലയിൽ കുറ്റിയാടി വരെ വന്നവരുണ്ട്. അതുപോലെ വിളികളുണ്ട്. ഇപ്പോഴും എന്റെ വാട്സപ്പിൽ പലതും ഉണ്ട്. പലർക്കും ഇങ്ങനെ ആശങ്കയാണ്. ഒരു ആശങ്കയുടെ ആവശ്യമില്ല. നമുക്ക് നല്ല ഒരു പണ്ഡിത നേതൃത്വമുണ്ട്, സംശയം വേണ്ട. ആ നേതൃത്വം അത് എല്ലാ കാര്യങ്ങളും വീക്ഷിച്ച് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യും. സുബ്ഹാനല്ലാഹ്, ഒരാൾ എന്നോട് തന്നെ ചോദിച്ചു,
ഇനി നാളെ മുതൽക്ക് നമ്മുടെ പ്രിയപ്പെട്ട സാദിഖ് സഖാഫി നടത്തുന്ന ക്ലാസ്സിൽ ഞങ്ങൾ എല്ലാവരും പോണെന്ന് പറയാനാണോ? ആരും പോണമെന്ന് പറയാനല്ല, പോണ്ടെന്ന് പറയാനല്ല ഈ പരിപാടി. പിന്നെ ഈ പരിപാടി നമുക്ക് സാദിഖ് സഖാഫി അടക്കമുള്ള എല്ലാ സഖാഫിമാരും, എല്ലാ ബിരുദമുള്ളവരും ബിരുദമില്ലാത്തവരും, എല്ലാ പണ്ഡിതന്മാരും നമ്മുടെ ഉലമാഇന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നവരാകണം എന്ന നമ്മുടെ ആഗ്രഹം പ്രകടിപ്പിക്കാനും അതിന് നമ്മളെല്ലാവരും പ്രചോദനം നൽകണമെന്നും പറയാനുള്ളതാണ് ഈ വേദി. സുഹൃത്തുക്കളെ, സാദിഖ് സഖാഫിയുമായി ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ആ സമിതിയിൽ, ആദ്യം വിളിച്ചിരുന്ന സമിതിയിൽ ഞാനും ഉണ്ട്. ആദ്യം തന്നെ സാദിഖ് സഖാഫി അദ്ദേഹത്തിന്റെ ഒരു കത്ത് മുഖേനയാണ് വിളിച്ചതെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെ വിളിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം തന്നെ ഞങ്ങളോട് പറഞ്ഞൊരു സംഗതിയുണ്ട്. അതെന്താണ് അദ്ദേഹം പറഞ്ഞത്? SSFന്റെ ആളുകൾ, SYSന്റെ പ്രവർത്തകർ, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകർ അവരൊക്കെ സംഘടനാ പ്രവർത്തനത്തിൽ സജീവമാകണമെന്നാണ് എന്റെ ആശയം. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞ കാര്യമാണ് പറയുന്നത്. അവർ സജീവമായി അതിൽ തന്നെ പോകണം, അതിന്റെ ക്ലാസ്സുകളിൽ പങ്കെടുക്കണം. അവരാരും എന്റെ ക്ലാസ്സിൽ വരണമെന്ന് ഞാൻ ക്ഷണിക്കാറില്ല, ക്ഷണിക്കുന്നുമില്ല, വരികയും വേണ്ട. മറിച്ച് ഞാൻ ഉദ്ദേശിക്കുന്നത് വേറെ കുറെ ആളുകൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം കിട്ടണം എന്നാണ് എന്ന് അദ്ദേഹം നേരിൽ പറഞ്ഞത് എന്റെ ഓർമ്മയിൽ കൃത്യമായി ഉണ്ട്. ഞാൻ എന്നിട്ടും ഇന്നിവിടെ വന്നൊരു വലിയ ഒരു യോഗത്തിൽ പറയുമ്പോ ഞാൻ പലപ്പോഴും ഓർമ്മ തീരെ ഉണ്ടാകാത്തൊരു മനുഷ്യനാണെന്ന് എന്റെ പരിചയമുള്ള പലർക്കും അറിയാം. കണ്ട് 100 പ്രാവശ്യം കണ്ടാൽ ഇപ്പൊ തന്നെ ഇവിടെ വന്നപ്പോൾ ഒരാളെ കണ്ടു. അദ്ദേഹം ഞാനുമായി നല്ല പരിചയമുണ്ട്. എനിക്ക് ഓർമ്മ ഇങ്ങനെ ആരെ ഇവിടുന്നാന്ന് മനസ്സിലാതെ ഒന്നും വിടുകയാണ്. അവസാനം അയാൾ എന്നെ പറഞ്ഞു, എന്റെ പേര് ഹംസാന്നാണ്. അപ്പൊ എനിക്ക് ഓർമ്മയെ അങ്ങനെ ഒരു ഓർമ്മ ചെറുതില്ലാത്ത ഒരാളാണ്. എന്റെ ഓർമ്മ തെറ്റാണോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ മീറ്റിംഗിൽ പങ്കെടുത്ത ഒരാളെ വരുമ്പോൾ ഞാൻ എന്റെ കാറിൽ വെച്ച് വിളിച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട്. അപ്പൊ ഞാൻ പറഞ്ഞ അതേ കാര്യം അദ്ദേഹവും പറഞ്ഞു. അപ്പോൾ എനിക്കത് കൃത്യമായി പറയാൻ സാധിച്ചു. കാരണം ഒരു കാര്യം പറയുമ്പോ വളരെ ശ്രദ്ധിച്ചല്ലേ പറയാൻ പാടുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹത്തിന് തന്നെ നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ പോകണമെന്നൊരു ആശയം തന്നെ ഇല്ല എന്ന് ഞങ്ങളോട് തന്നെ പറഞ്ഞാണ്. അവിടെ നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ പോകണമെന്ന് വരാനല്ല. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം അതിനല്ല നിങ്ങളെ വിളിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ ആരും അതിന് പോകാൻ പാടില്ല അങ്ങനെ പറയാനുമല്ല വിളിച്ചുകൂട്ടിയത്. നമ്മൾ വിളിച്ചു കൂട്ടിയത് പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് നമ്മുടെ സംഘടന സുശക്തമായി പ്രവർത്തിക്കണം. ആ സംഘടനകളുടെ പ്രവർത്തനോട് എല്ലാവരും ചേർന്ന് നിൽക്കണം. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ചിലപ്പോൾ ഞാനൊരു മനസ്സുമായ നബിയല്ല, എനിക്ക് പല ന്യൂനതകളും ഉണ്ടാകാം. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, മഹാനായ ശൈഖുന അനന്തപുരം ഉസ്താദ് എന്നെ വിളിച്ച് പലപ്പോഴും പലതും ചൂണ്ടിക്കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ പ്രസംഗം, എന്റെ ജീവിതത്തിൽ ആദ്യത്തെ വേദ പറഞ്ഞപ്പോ തന്നെ എന്റെ അന്നത്തെ ഉസ്താദായിരുന്ന പുല്ലുക്കര ഉസ്താദിന്റെ കൂടെ തന്നെ ഞാൻ പോയിട്ട് കഞ്ഞി കുടിക്കാൻ രാത്രി വേദ കഴിഞ്ഞിട്ട് ഉസ്താദ് അപ്പോൾ എന്നോട് പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് പറഞ്ഞു തന്നത് എനിക്ക് ഓർമ്മയുണ്ട്. മഹാനായ അനന്തപുരം ഉസ്താദ് പലപ്പോഴും പറഞ്ഞു തന്നത് എനിക്ക് ഓർമ്മയുണ്ട്. സ്വാഭാവികമാണ്, ഉസ്താദുമാർ ശിഷ്യന്മാർക്ക്, ജ്യേഷ്ഠന്മാർ അനുജന്മാർക്ക്, അതുപോലെ വാപ്പ മക്കൾക്ക്, സ്നേഹിതന്മാർക്ക് നസീഹത്ത് നൽകും. ആ നസീഹത്ത് സ്വീകരിക്കാൻ ഒരാൾ സന്നദ്ധരാകുമ്പോൾ അവിടെ നേരത്തെ ജലീൽ സഖാഫി പറഞ്ഞതുപോലെ അവിടെ നമ്മുടെ നയം എപ്പോഴും മർഹബ അഹ്ലൻ വസഹ്ല എന്ന നയമേ നമ്മുടെ സംഘടനയിൽ ഉണ്ടാവുകയുള്ളൂ. ഇന്നുവരെ അങ്ങനെ ഉണ്ടായിട്ടും ഉള്ളൂ. ഇവിടുത്തെ മഹത്തായ ഭരണഘടന അംഗീകരിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണ്. അതിന് വിഘാതമുണ്ടാക്കിക്കൊണ്ട് ഇവിടെ സംഘികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ എന്താക്കണം, ചെറുക്കേണ്ടതാണ്. ഒറ്റക്കെട്ടായിക്കൊണ്ട് അതിനാരൊക്കെ കൂട്ടാൻ പറ്റുന്ന കൂട്ടിക്കോ, തിരക്കടൊന്നുമില്ല. അവരെ ആകെ ഇസ്ലാമിനെ അടിച്ചു പൊളിച്ച് ഇവിടെ മുസ്ലിങ്ങളൊക്കെ നാട് കടത്താൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് അവർ. അതുകൊണ്ട് അതിന് നമ്മൾ കൂട്ടായിട്ട് ചെറുക്കുക. ആരെ കൂട്ടേണ്ടവരൊക്കെ കൂട്ടുക. അതിനിവിടെ ഹിന്ദുക്കളുടെ കൂട്ടായ്മയുണ്ട്, ക്രിസ്ത്യാനികളുടെ കൂട്ടായ്മയുണ്ട്, മുസ്ലിങ്ങളുടെ കൂട്ടായ്മയുണ്ട്, എല്ലാ വിഭാഗത്തിൻ്റെ കൂട്ടായ്മയുണ്ട്. അത് വേറൊരു ഭാഗം. അത് ഈ രാജ്യത്ത് ഇവിടെ നിലനിൽപ്പിന്റെ കാര്യമാണ്. ഒരു രാജ്യത്ത് എങ്ങനെ ജീവിക്കണമെന്നും നമ്മുടെ ഇസ്ലാം വളരെ കൃത്യമായി നിഷ്കർഷിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ്. അതിന് തെറ്റില്ല. ഇതങ്ങനെയല്ല. ഇത് നമ്മളെ ഫിർഖത്തുണ്ടാക്കിക്കൊണ്ട് ഭിന്നിപ്പുണ്ടാക്കി ഇസ്ലാമിനെ ക്ഷയിപ്പിക്കുന്ന പ്രവൃത്തികളാണ്. അതുകൊണ്ട് അതിനെ ചെറുക്കാൻ നമ്മൾ ശക്തമായിട്ട് ചെയ്യണം എന്ന് നമ്മുടെ മഹാന്മാരായ നേതാക്കൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആ പാതയിലാണ് നമ്മൾ ജീവിക്കുന്നത്.
അതിന് രാഷ്ട്രീയക്കാർ ഇടപെടേണ്ട ആവശ്യമില്ല. രാഷ്ട്രീയക്കാർ ഇതിൽ ഇടപെട്ടുകൊണ്ട് അതിന്റെ മേൽക്കോയ്മ സ്ഥാപിക്കാൻ വരണ്ട. ഇത് സ്ഥാപിക്കേണ്ടതും കൊണ്ടുവരേണ്ടതും ഉലമാക്കളാണ്, അമ്പിയാക്കന്മാരാണ്. അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികൾ പറഞ്ഞത് ഉലമാക്കളാണ്, രാഷ്ട്രീയക്കാരെയല്ല. ഇസ്ലാമിൽ തന്നെ പല തട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഉലമാക്കളെക്കാൾ തട്ട് മേലോട്ടുള്ള ആരുമില്ല. ഇർഫഉല്ലാഹില്ലദീന ആമനു വല്ലദീന ഊത്തുൽ ഇൽമ. ഇൽമാണ് ഇതിന്റെ അടിസ്ഥാനം. നേതൃത്വത്തിന്റെ അടിസ്ഥാനം ഇൽമാണ്. ഈ ഇസ്ലാമിന്റെ നേതൃത്വം ആലിമീങ്ങളുടെ കയ്യിലാണ്. ആലിമീങ്ങളോടാണ് ചോദിക്കാൻ പറഞ്ഞത്. ആലിമീങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട് പ്രശ്നങ്ങളിൽ ഇടപെടാനാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ആലിമീങ്ങളാണ്. ഇൽമു വേണമല്ലോ. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഇസ്ലാമിന് ജീവൻ ഉണ്ടാകണമെങ്കിൽ ഇൽമു വേണം. ഏതൊരു പ്രസ്ഥാനത്തിനും ജീവൻ വേണം. അതിനെ സംബന്ധിച്ചുള്ള അറിവ് വേണം. അക്കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം ആർക്കില്ല. അത് ഒരു ജന്മനാ കിട്ടുന്നതൊന്നുമല്ല. ജന്മനാ കിട്ടുന്ന ഒരു പ്രസ്ഥാനം സംഗതി ഒന്നും ഇവിടെ ഇല്ല. അതുണ്ടെങ്കിൽ ആ ജന്മനാ കിട്ടുന്നതില്ല നമ്മൾ പറയുന്നില്ല. അഹ്ലു ബൈത്തിന് വലിയ സ്ഥാനമുണ്ട്. നമ്മൾ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. നമ്മൾ അഹ്ലു ബൈത്താണ് അധ്യക്ഷൻ. നമ്മളിവിടെ അധ്യക്ഷനാക്കിയത് അഹ്ലു ബൈത്തായതുകൊണ്ട് നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്. എല്ലാ മേഖലയിലും ഒരു സദസ്സിൽ തങ്ങളുണ്ടെങ്കിൽ തങ്ങന്മാരെ നമ്മൾ ബഹുമാനിക്കണം എന്നാണ്. അതും ഇസ്ലാമാണ്. ഇസ്ലാമിന്റെ ഭാഗമാണ് ബഹുമാനിക്കൽ. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുക. തഅലീമു മാ അല്ലമല്ലാഹു തഹ്കീറു മാ ഹക്കറല്ലാഹു. അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാൻ കൽപ്പിച്ചതിനെയും ബഹുമാനിച്ചതിനും നമ്മൾ ബഹുമാനിച്ചോളും. അത് ഈമാനാണ്, സുന്നത്ത് ജമാഅത്താണ്, സമസ്തയാണ്. സമസ്തയുടെ അടിസ്ഥാന വിശ്വാസങ്ങളിൽപ്പെട്ട ഒന്നാണത്. അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക എന്നുള്ളത്. ഹജറുൽ അസ്വദിനെ മൊത്തണം. ഹജറുൽ അസ്വദിനെ മൊത്തണം. ഹജറുൽ അസ്വദ് കല്ലല്ലാഞ്ഞിട്ടല്ല, അത് അള്ളാഹുവിന്റെ റസൂൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ റസൂൽ നിന്നെ മൊത്തുന്നത് ഞാൻ കണ്ടില്ലെങ്കിൽ ഞാൻ നിന്നെ മൊത്തൂലായിരുന്നു എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഈ കല്ലാണ്, എനിക്കറിയാം, ഒരു കറുത്ത കല്ല്. അപ്പൊ അതുകൊണ്ട് അള്ളാഹു പറഞ്ഞ അള്ളാഹു ബഹുമാനിച്ചവരൊക്കെ ബഹുമാനം. അതിൽ ആർക്കും അഭിപ്രായങ്ങളില്ല. പ്രത്യേകിച്ച് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആൾക്കാർക്ക് അതിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ബഹുമാനിക്കണം തന്നെയാണ്. അതുകൊണ്ടാണ് മശായിഖന്മാരൊക്കെ വസീലയാക്കിക്കൊണ്ട് തേടുന്നത്. അള്ളാഹു ബഹുമാനിച്ച ഔലിയാക്കന്മാരെയും മശായിഖന്മാരെയും ഒക്കെ നമ്മൾ വസീലയാക്കി തേടുന്നത്, അള്ളാഹുലേക്കുള്ള വഴിയായി തേടുന്നത് അവരുടെ ബഹുമാനത്തിന്റെ ഫലമാണല്ലോ. അപ്പൊ അക്കാര്യത്തിൽ നമുക്കൊരു കുറവുമില്ല. നമ്മൾ ഒരു തങ്ങളെയും ഒരാളെയും നമ്മൾ എന്താക്കുന്നില്ല, ഇടിച്ച് താഴ്ത്തുന്നില്ല. അവർക്ക് അള്ളാഹു തആല കൊടുത്ത മഹത്വങ്ങൾ ഏറ്റിക്കൊടുക്കട്ടെ എന്ന് തന്നെയാണ് നമ്മളെ പ്രാർത്ഥന. നമ്മൾ അങ്ങനെ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഈ തങ്ങൾക്കെത്തും, എല്ലാ തങ്ങന്മാർക്കും എത്തും. പക്ഷേ തങ്ങന്മാര് അടിസ്ഥാനപരമായിട്ട് ഈ വഴിയിൽ കൂടെ പോകണം. ഈ വഴിയിൽ കൂടെ പോകണം. ആരായിരുന്നാലും ശരി, ഈ വഴിയിൽ കൂടെ പോകാതിരിക്കുമ്പോൾ അവിടെ ഈ ഗുണം ലഭിക്കില്ല. എത്രയോ ഉദാഹരണങ്ങളില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാര് നിങ്ങൾ നോക്കൂ. ഫിർഔൻ എന്ന് പറഞ്ഞൊരു സൂറത്ത് ഇസ്ലാം ഖുർആനിലില്ല. ഫിർഔൻ തന്നെ അബൂജാഹിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ ശത്രുവും റസൂലിന്റെ ഫിർഔൻ, നബിയുടെ ഫിർഔൻ ആയിരുന്നു അബൂജാഹിൽ. അവന്റെ പേര് പരാമർശം ഖുർആനിലില്ല. ചില ആയത്തുകളൊക്കെ അങ്ങനെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും അങ്ങനെയല്ല. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് എന്ന് പറയുന്നത് റസൂലിന്റെ പിതൃവ്യൻ അബൂ ലഹബിനെ കുറിച്ചാണ് വന്നത്. എന്താ പറഞ്ഞത്? ഓന്റെ ഭാര്യയൊക്കെ നരകത്തിലാണ്, അടിത്തട്ടിലാണെന്നാ പറഞ്ഞത്. അപ്പം പിന്നെ ആ ഒരു നിലക്ക് ഇസ്ലാം തന്നെ നമ്മൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ത് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ എന്തെങ്കിലും കൊണ്ടെന്താക്കൂല, പരമ്പരാഗതമായിട്ടോ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടോ കിട്ടൂല. വഴിയിൽ കൂടെ നടക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ അള്ളാഹു ഖുർആനിൽ ആക്ഷേപിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളെ കുടുംബ പാരമ്പര്യത്തിലും ജന്മസിദ്ധിയൊക്കെ കിട്ടിയ ആൾക്കാർ ഒരുപാടുണ്ട്. അതൊക്കെ നിങ്ങൾക്കറിയുന്നു, ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മളിപ്പോൾ ഒരു പകലിന്റെ മൂട്ടിലാണ് വെച്ചത്. മാരിമസ്കാരം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ പറയാൻ അറിയുന്ന കാര്യങ്ങളാണ്. എൻ്റെ മുന്നിലിരിക്കുന്നതൊക്കെ കുറെ പണ്ഡിതന്മാർ തന്നെ ആയതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ബോധമുള്ളവരാണ്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ തുറന്ന് പറയാൻ ചിലതിലൊക്കെ നമ്മൾ നാട്ടിൽ കുഴപ്പമുണ്ടാവേണ്ട വെച്ചിട്ടാണ്. നാട്ടിൽ കുഴപ്പം ഉണ്ടാവേണ്ട. കാരണം ജാഹിലീങ്ങൾ അധികമാണല്ലോ. അപ്പുറത്ത് ജാഹിലീങ്ങൾ അധികമാണെങ്കിൽ പിന്നെ ചിലതൊക്കെ പറഞ്ഞാൽ അവർക്ക് തിരിയാത്തത് വരും എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്താക്കുന്നില്ല പലതും. അത് അവരുടെ വിജയമായിട്ട് അവർ ആഘോഷിക്കുന്നുണ്ട്. അവരെ വിജയമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. ഇതൊന്നും അറിയാനിട്ടല്ലല്ലോ. ഇൽമു കുറയും. ഖിയാമത്ത് നാളിൽ ഇൽമു കുറയും. ഇൽമിന്റെ ആൾക്കാർ കുറയും. മൗത്തിൽ ഉലമാ എന്നാണ്. ഇൽമു കുറയും. ഖിയാമത്ത് നാൾ അടുക്കുമ്പം ഇൽമു കുറയും. ഇൽമു കുറഞ്ഞിട്ട് എന്താക്കും? ഇൽമു കുറയൽ ആലിമീങ്ങൾ കുറയും. ആലിമീങ്ങൾ കുറയും എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ അധികരിക്കും, ജാഹിലീങ്ങൾ അധികരിക്കും. അവരെന്താക്കും? ജനങ്ങൾ നേതാക്കളാക്കും.
അവരെ നേതാക്കളാക്കും. പള്ളിന്റെ മിഹ്റാബിലും ഖളാഇന്റെ സ്ഥലത്തൊക്കെ അവരാക്കും എന്ന് ഖിയാമത്തിന്റെ അലാമത്ത് പറഞ്ഞിട്ടുണ്ട്. ഖാലിയാക്കും, ഫൗണ്ടേഷൻ ആക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന അറിയുന്ന സംഗതിയല്ലേ? ആവാൻ പറ്റുമോ? ഒരു ഖാദിന്റെ നിയമം എന്താ? മുജ്തഹിദ് ആവണം എന്നാണ് നമ്മളൊക്കെ പഠിക്കുന്നത്. ആദ്യം തന്നെ എടുത്തു നോക്കിയാൽ അതിന്റെ ഷുറൂത്തുൽ ഖാദിയിൽ ഒന്നാമത് പറയുന്നത് മുജ്തഹിദ് ആവണം. ഇതൊക്കെ നമുക്ക് അറിയാഞ്ഞിട്ട് നമ്മൾ പറയാത്ത എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ചിലരൊക്കെ ആയണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാക്കണ്ട ഞാൻ പറയാണ്ടൊക്കെ. മുജ്തഹിദ് എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആൻ ഹദീസൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയവർ, നിയമങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റിയവർ, സാധാരണ മലയാറല്ല. ഞാനൊന്നും അതിൽ പെടൂല, കളയാൻ പറ്റില്ല. ഞാൻ അതിന്റെ അടിസ്ഥാനം അതാണ്. പിന്നെ എന്തെങ്കിലും കിതാബൊക്കെ നോക്കി തിരിയാൻ പറ്റുന്നവർ, അതില്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് വോട്ടടക്കാം വേണമല്ലോ. കാരണം അവർക്ക് അതിനെ സംബന്ധിച്ചിടത്തോളം എന്ത് വേണം? അയാളുടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വിവരം അദ്ദേഹത്തിന് വേണ്ടേ? അങ്ങനെ ഉണ്ടെന്ന് അവരും അവകാശപ്പെടുന്നില്ല. അതാണ് ഇതിന് ഏറ്റവും വലിയ രസം. അങ്ങനെ മൂപ്പരൊക്കെ കിതാബ് ഓതിയ ആളാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ആളാണ്, ഇങ്ങനത്തെ ആളെന്ന് ആരും പറയുന്നൊന്നുമില്ല. ഞാൻ വിവരല്ല, എനിക്ക് കളിയാവണം, ആക്കിക്കൊള്ളി എന്ന് പറഞ്ഞപ്പോൾ എന്താ കാട്ടുക? അതിനാക്കാൻ കുറെ തയ്യാറും, കുറെ ആൾക്കാർ തയ്യാറാണ്, രാഷ്ട്രീയ പേരിലും മറ്റുമൊക്കെ ആയിട്ട്. അതിന് നമ്മളെ കൂട്ടത്തിൽ നിന്ന് കുറെ ആൾക്കാർ കൂടിക്കൊടുക്കുകയാണ്. ഇതിനൊക്കെ ഒരു മസലി നിയമമൊക്കെ അല്ലേ, അതിര് വിട്ടുകൊണ്ട് പോവുക. അത് അത്തരം കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിൽ അതിന് പരിഹാരം ഉണ്ടാവണം. അല്ലെങ്കിൽ അതൊക്കെ ജനങ്ങളോട് തുറന്ന് തന്നെ നമുക്ക് പറയണം. പറയാതിരിക്കുന്നതൊക്കെ അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. ഞങ്ങൾ പേടിച്ചിട്ടൊന്നുമല്ല, നിങ്ങൾ പേടിച്ചിട്ടല്ല. ഞങ്ങൾ ഈ ജനങ്ങളിൽ വിവരമില്ലാത്തവർ അധികമാകുമ്പം അവരിൽ കുഴപ്പമുണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ആഘോഷിക്കുകയാണ്, പല നിലക്കും ആഘോഷിക്കുകയാണ്. സമസ്തക്കെതിരാണിത്. സമസ്തക്കെതിരെ സമസ്ത ഒരു CIC വിഷയത്തിൽ ഒരു കാര്യം പറഞ്ഞു, അത് കേൾക്കാൻ തയ്യാറില്ല. പണ്ട് അങ്ങനെയാണോ? പണ്ട് ഈ സാദാത്തുക്കളും അവർ നേതൃത്വം കൊടുക്കുന്ന സംഘടനകളൊക്കെ തന്നെ സമസ്ത എന്ത് പറയുന്നു അതിന്റെ കൂടെ നിൽക്കുമായിരുന്നു. ഇന്ന് അതിന് തയ്യാറല്ല. സമസ്തനെ വെല്ലുവിളിച്ചുകൊണ്ട് വേറെ പാർട്ടി ഉണ്ടാക്കുക, വേറെ സംഗതി ഉണ്ടാക്കുക, അതിന്റെ ഭാഗമാണത്. അതുകൊണ്ട് കരുതിയിരുന്നോളണം. നമ്മളല്ല, അവർ കരുതിയിരുന്നോളണം. നമ്മളെടുത്ത് ആയുധങ്ങളുണ്ട് എന്നതുകൊണ്ട് നമ്മൾ അത് ദുരുപയോഗം ചെയ്യാതെ, അല്ലെങ്കിൽ ആവശ്യം വരുമ്പോൾ അന്ത്യഘട്ടത്തിൽ അത് എടുക്കുമെന്നുള്ള ഭയം നിങ്ങൾക്ക് ഉണ്ടാകുന്ന നല്ലതാണ്. അതിര് വിട്ടു പോകുന്നുണ്ട് നിങ്ങൾ, പല നിലക്കും അതിര് വിട്ടു പോകുന്നുണ്ട്. പല മഹല്ലുകളിലും കാളി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത്, പണ്ട് കാളിമാരല്ല ഇവിടെ, ഇപ്പോഴും ഇല്ല കാളിമാര്. അവരുടെ സ്ഥലത്ത് കാളിയാക്കിയാൽ അവിടുത്തെ കാളിയാണ്. ഈ വിവരമില്ലാത്തവനെ കാളിയാക്കിയാലും അവൻ അവിടുത്തെ കാളിയല്ലാവുള്ളൂ. വിവരമില്ലാത്തവനെ കാളിയാക്കിയ അവൻ അവിടുത്തെ അല്ലാതെ വേറെ കാളിയാവോ? ഇതെങ്ങനെ മനസ്സിലാകത്തെ? എന്നിട്ടെന്താ പിന്നെ എല്ലാരും വിളിച്ചു കൂട്ടിയിട്ട് കാളി ഫൗണ്ടേഷൻ? ഇതിന്റെ അർത്ഥം എന്താണ്? ഇതൊന്നും ഇപ്പൊ ഞങ്ങൾ തിരിയില്ലാന്ന് വിചാരിച്ചാ? അങ്ങനെ ഒന്നും എവിടെയെങ്കിലും ഉണ്ടോ? ഒരു കാളി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ സാധനം കാളിമാരെ നമ്മൾ കേട്ടിട്ടുണ്ട്. അയ്യുഹൽ കാളി ബിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അസൽനാക്കും. ഇതൊക്കെ നമ്മളിപ്പോ പിന്നെ കാളിന്റെ കിതാബ് എല്ലാ കിതാബിലും ഓതി പഠിച്ചിട്ടുണ്ട്, കാളിയാരെ പിരിച്ചിടുന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ തിരിയാത്തതെല്ലാം ഒക്കെ ഉള്ളതാണ്. ഉള്ളതനുസരിച്ചിട്ട് എല്ലാവരും സഹകരിച്ചു പോകുന്നത് ഈ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും നല്ലതാണ്. വല്ല രാഷ്ട്രീയം വളർത്താനാണെങ്കിൽ അതിന് നമ്മളാരും എതിരല്ല. നമ്മൾ ആ രാഷ്ട്രീയത്തിന്റെ ആൾക്കാരൊക്കെ തന്നെയാണ് വളരണം. മുസ്ലിം ഉമ്മത്തിന്റെ ഒരു സംഘടിത മേഖല വളരണം, ഐക്യപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. ഞങ്ങളിൽ ഇസ്ലാം ഉള്ളത് കൊണ്ട്, ഇസ്ലാം നമ്മളിൽ ഉള്ളത് കൊണ്ട് നമ്മൾ ഒരിക്കലും ഇസ്ലാമികമായ സംഘടനയ്ക്ക് എതിരാവില്ല. അത് ഭൗതികമാവട്ടെ രാഷ്ട്രീയമാവട്ടെ ഏതായിരുന്നാലും ശരി, അത് മനസ്സിലാക്കണം. അതും മനസ്സിലാക്കാത്തവരാണ് ഇത് കൈകാര്യം ചെയ്യുന്നുള്ളതാണ് ഇന്നത്തെ അപകടം. അത് മനസ്സിലാക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ അനുഗ്രഹ പ്രഭാഷണം നിർത്തട്ടെ കേട്ടോ. ഇൻഷാ അല്ലാഹ് നമ്മളെ ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ പറയാൻ, മാരിവാൻ കൊടുക്കാനും ആയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ പിടിച്ച കയറ് വയത്തസ്മു ബിഹബിലില്ല എന്ന് പറഞ്ഞ ഈ കയറ് നമ്മൾ പിടിച്ചിട്ടുണ്ട്. അതിന് ആരും സംശയിക്കണ്ട. അവിടെ നമ്മൾ മാറും വേണ്ട. ഈ ഹബിലുല്ലാഹിലാണ് നമ്മളുള്ളത്. ആ നിലക്ക് തന്നെ നമ്മൾ ജീവിച്ച് മരിക്കണം. അള്ളാഹു നമുക്കും നമ്മളെ കുട്ടികൾക്കും നമ്മളോട് ബന്ധപ്പെട്ടവർക്കും അങ്ങനെ ജീവിച്ച് മരിക്കാനും പുന്നാര നബിയുടെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടാനും അർഹമുർ റഹീമായ തൗഫീഖ് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാന ഇപ്പൊ വന്നതാണ് സുജാഹിദ്. നേരത്തെ പറഞ്ഞല്ലോ സുഹാബി. സുഹാബി എന്ന് പറഞ്ഞാൽ എന്റെ മീനി സു എന്ന് പറഞ്ഞാല് സുഭദ്രം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? വളരെ ഭദ്രമായ, അല്ലെ, കടുത്ത സാധനം. അപ്പൊ സുഹാബി എന്ന് പറഞ്ഞാല് കടുത്ത വഹാബി എന്നതിന്റെ അർത്ഥം. എന്തുകൊണ്ട്?
വഹാബീസം അറക്കപ്പെടുന്ന ഒരു സംഗതിയാണ്, വെറുക്കപ്പെടുന്ന ഒരു സംഗതിയാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറെ വിട്ട് നിന്ന് പിന്നെ ചങ്ങായിക്ക് ബോധ്യപ്പെട്ടു അതൊന്നും അല്ല ശരി, വഹാബിസം തന്നെയാണ് ശരി. അപ്പൊ അവനേക്കാൾ വഹാബിസത്തിൽ ഉറച്ചു പോയ വേറൊരു വഹാബി വേറെ ഉണ്ട്. അപ്പൊ സുഹാബി എന്നൊരു കൂട്ടർ ഇപ്പൊ വല്ലാതെ ഇവിടെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ് സ്ഥാപനം എന്ന് ഞാൻ പറയുന്നില്ല. ഒരു കോളേജിൽ നിന്നിപ്പോ ഒരു പുസ്തകം, ഒരു കോളേജിൽ അധ്യാപനം നടത്തുന്ന ഒരു പ്രൊഫസർ ഒരു പുസ്തകം ഇറക്കി. ആ പുസ്തകത്തില് ഔലിയാനെ വിളിക്കുന്നത് അള്ളാഹു അല്ലാത്ത വ്യക്തികളെ വിളിച്ച് സഹായം തേടല് ശിർക്കാണ്. അങ്ങനെ സഹായം തേടിയാൽ മുശ്രിക്കാവും. അതല്ലേ വഹാബീസ് എന്ന് പറയുന്നത്. ആ മുശ്രിക്കാവും എന്ന് പറഞ്ഞ ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറഞ്ഞ ശൈത്വാന്റെ ഒരു പുസ്തകമുണ്ട്, കിതാബു തൗഹീദ് എന്ന് പറഞ്ഞൊരു പുസ്തകം. കിതാബു ശിർക്ക് എന്നതിന് പേര് പറയുന്നത്. ആ പുസ്തകം ബിദ്അത്തിന്റെ പുസ്തകമാണ്. ആ പുസ്തകം വളരെ സ്വാലിഹായ അമല് നിർവഹിക്കുന്നു എന്ന നിയ്യത്തിൽ ഒരുത്തനെ ഒരു സുഹാബി അത് പദ്യവൽക്കരിച്ചു. അത് പദ്യവൽക്കരിച്ചിട്ട് അദ്ദേഹം പറയാണ്, ഇത് ഞാൻ മക്കത്തുൽ മുക്കറമ ഹറമു മക്കയിൽ വെച്ച് ഞാൻ ഈ പുസ്തകം ഞാൻ പദ്യവൽക്കരിച്ചതാണ്. അല്ലാഹു തആല ഇത് സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറഞ്ഞ ഹദീസിന് സൂചന കിട്ടിയ ആളാണ്. ഒരു ശൈത്വാൻ വരാനുണ്ട്. നജ്ദിലാണ് ചങ്ങായിന്റെ നാട്. ആ നജ്ദില് അള്ളാഹുവിന്റെ ഹബീബ് നാടുകൾക്ക് വേണ്ടി ദുആ ചെയ്ത് കൊടുത്തപ്പോ നജ്ദിലുള്ള ആളുകൾ സ്വഹാബിയാള് പറഞ്ഞു, നബിയെ ഞങ്ങളെ നജ്ദുക്കും വേണ്ടി ദ്വാരിക്കണേ. 3 വട്ടം പറഞ്ഞിട്ടും റസൂൽ അത് കേട്ടില്ല. റസൂൽ പറഞ്ഞു, അങ്ങോട്ട് ദ്വാരക്കാൻ പറ്റൂല, അങ്ങോട്ട് ദ്വാരുന്നാൽ അള്ളാഹുവിന്റെ തീരുമാനം അവിടുന്ന് ഒരു ശൈത്വാൻ വരാണ്ട് എന്നാ. മിന്നു യത്ലു ഖർന ശൈത്വാൻ, ശൈത്വാന്റെ കൊമ്പ് മുളക്കുന്ന മേഖലയാണ് നജ്ദ്. അതുകൊണ്ട് അവിടുന്ന് അതിനെ കുറിച്ച് പണ്ഡിതന്മാർ വിലയിരുത്തിയത്, ആലിമീങ്ങള് നല്ല വലിയ മഹാന്മാരെ അതിനെപ്പറ്റി ആ ഹദീസിനെ പറ്റി പറഞ്ഞത് അത് ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമാണ്, വഹാബിസം എഴുതി വെച്ചൊരു പുസ്തകമാണ്. വഹാബിസത്തിന്റെ നേതാവിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ആ പുസ്തകം പദ്യവൽക്കരിച്ചു. അതിനേക്കാൾ അപകടം വേറെ എന്തെങ്കിലും ഉണ്ടോ? എന്റെ മൊബൈലിൽ ഇപ്പൊ ആ പുസ്തകം ഉണ്ട്. ഇങ്ങനെ ഈ അതല്ലേ കാലം. ആ പുസ്തകം എല്ലായിടത്തും PDF പോകൂലേ? ആ പുസ്തകം പ്രസിദ്ധീകരിച്ചു. എത്ര കരങ്ങളിൽ ആ പുസ്തകത്തി, കേരളത്തിന് എത്ര ആളുടെ കയ്യിൽ ആ പുസ്തകമുണ്ട്. ആ പുസ്തകം കാണുന്ന ഇദ്ദേഹം ഒരു പ്രൊഫസറാകുമ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെല്ലാം ഈ പുസ്തകം ശരിയാണ്, ഔലിയാക്കന്മാരെ വിളിക്കുന്നത് ശിർക്കാണ്, ഔലിയാക്കന്മാരെ വിളിച്ചാൽ മുശ്രിക്കായി പോയി, കാഫിറായി പോയി എന്ന് തെറ്റിദ്ധരിക്കൂലേ? ഇങ്ങനൊരു സംഭവം നടന്നിട്ട് ഏകദേശം നടന്നിട്ട് കുറെ ആയി. അത് പബ്ലിക്കായി, കേരളത്തിൽ ആ വിഷയം പബ്ലിക്കായിട്ട് 2-3 ആഴ്ചയിലെ. ഞാൻ കുറെ ആലോചിച്ചു നോക്കി. ചെറിയൊരു വിഷയം ഇവിടെ ഇഷ്യൂ ആയാൽ നമ്മളെ കേരളത്തിൽ അടുത്ത കാലത്ത് എന്തെങ്കിലും പ്രസംഗങ്ങളിലോ ക്ലാസ്സുകളിലോ എന്തെങ്കിലും ഒരു സംഭവം നടന്നാല് അത് ഏറ്റെടുത്ത് ഒന്നും ഫേസ്ബുക്കിലും എവിടെയും പോവാത്ത, എനിക്ക് ഫേസ്ബുക്ക് സാധനം തന്നെയല്ല, എന്റെ മൊബൈലിലും വാട്സപ്പിൽ വരും ആ പ്രസംഗത്തെ കുറിച്ചുള്ള ഖണ്ഡനോ അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സംഭവമാക്കിയിട്ട് കേരളത്തിലുള്ള എല്ലാ പ്രസംഗകരും അതിനെ ഗണ്ണിക്കും. ആ വലിയ പ്രസംഗന്മാരൊക്കെ അത് എടുത്തു പറയും, എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. അങ്ങനെ ഇവിഷയം ഒന്ന് ചൂണ്ടിക്കാണിച്ച് അത് ആര് ചെയ്താലും അത് വലിയ അപരാധമാണ്. കിതാബു തൗഹീദ് ശിർക്ക് സുന്നികൾ മുശ്രിക്കാണെന്ന് സ്ഥാപിക്കുന്ന ഗ്രന്ഥമായ കിതാബു തൗഹീദ് അത് സത്യവൽക്കരിച്ചതും പദ്യവൽക്കരിച്ചതും അത് വലിയ അപരാധമാണ്, അത് വൻ കുറ്റമാണ്, കബീറത്താണ്. അതിന് ഞാൻ ആ ചെയ്തത് തെറ്റായി പോയി, ഞാൻ തൗബ ചെയ്തിരിക്കുന്നു, എന്റെ പുസ്തകം പിൻവലിച്ചിരിക്കുന്നു, സുന്നികളാരും അതിൽ വഞ്ചിതരാകരുത് എന്നൊക്കെ പറഞ്ഞ ഒരാൾ സമ്പൂർണമായി തൗബ ചെയ്തില്ലെങ്കിൽ അത് ഒരിക്കലും ഈ സുന്നി കേരളം അത് മൗനം പാലിക്കേണ്ട വിഷയമല്ല. ഇദാ ദഹറൽ ബിദഉ വസഖതൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹ്. ബിദ്അത്ത് പ്രകടമാകുകയും ആലിമീങ്ങൾ മിണ്ടാതിരിക്കുകയും ചെയ്താൽ അവന് ലഅനത്തുണ്ട്. അതിന്റെ അരികെ വരൊക്കെ പലരും പോയത് ഞാൻ കേട്ടു. പക്ഷെ എന്തുകൊണ്ട് ആ വിഷയം തുറന്നു പറഞ്ഞുകൂടാ? നമുക്ക് അങ്ങനത്തെ ഒരു വ്യക്തിയോട് സൗഹൃദം വേണോ? അങ്ങനത്തെ ഒരു വ്യക്തിയോട് നമുക്ക് ഐക്യം വേണോ?
സുന്നിസത്തിന്റെ ഫൗണ്ടേഷൻ തന്നെ തകിടം മറിക്കുന്ന ഒരു വ്യക്തി. ആ ഫൗണ്ടേഷൻ ഇല്ലാത്ത സുന്നീസത്തിന്റെ ഫൗണ്ടേഷൻ വേണ്ട ആദ്യം. ആ ഫൗണ്ടേഷൻ തന്നെ ഇല്ലാത്ത ഒരു വ്യക്തി, ആ വ്യക്തിയോട് നമുക്ക് സൗഹൃദം വേണോ, ഐക്യം വേണോ, ഐക്യപ്പെടാൻ വേണ്ടിയാണോ നമ്മളിത് മൗനം പാലിക്കുന്നത്? അതുകൊണ്ട് പ്രസംഗകരൊക്കെ എന്നെ പോലത്തെ ചെറുപ്പക്കാരായ പ്രസംഗകരെങ്കിലും ആ വിഷയങ്ങളൊക്കെ ഒന്ന് പറയേണ്ടതില്ലേ എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. സമുദായത്തിന്റെ മൊത്തം ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ആളുകൾ, സമുദായത്തിൽ എന്തെങ്കിലും വൃത്തിഹീനങ്ങൾ നടന്നാൽ അതൊക്കെ പ്രസംഗത്തിൽ കൊണ്ടുവന്ന് അത് പറയേണ്ട ഉത്തരവാദിത്വം എനിക്കാണെന്ന് തിരിച്ചറിഞ്ഞ ആളുകൾ, പ്രസംഗകർ, അവരെന്തുകൊണ്ട് ഇത് തിരിച്ചറിയുന്നില്ല എന്ന് എനിക്ക് തിരിച്ചറിയുന്നില്ല. ഇങ്ങനെ പോയാൽ നമ്മുടെ കോളേജുകളിലുള്ള ദർസുകളിലുള്ള വിദ്യാർത്ഥികളൊക്കെ വഹാബികളായി മാറും, സുഹാബികളായി മാറും, സുജാഹിദീങ്ങളായി മാറും. സുഹാബി പറഞ്ഞാൽ ഉറച്ച വഹാബി, പിന്നെ മാറൂല. പഠിച്ചോ നമ്മളെ കാക്കട്ടെ. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ